In Islam, is there a rule? അപ്പോൾ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇൻ ഇസ്ലാം അങ്ങനെ ഒരു നിയമമുണ്ടോ എന്നാണ് ചോദ്യം. അതിനുശേഷം പിന്നെ നമ്മൾ സംഭാഷണം തുടരുന്ന ഈ തുടക്കഘട്ടങ്ങളിലെല്ലാം തന്നെ ഫിഖ്, ഇസ്ലാം ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ ആ പുറത്തുവിട്ട വീഡിയോയിൽ ഓഡിയോ ഇല്ല എന്നാണ്. പക്ഷേ ഓഡിയോ ഇല്ലാതെ തന്നെ നിങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ ഖുർആനെന്നാണ് പറഞ്ഞത് എന്ന് പോലും പറയേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ടാണ് നമ്മളത് പുറത്തു വിട്ടത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാൻ നിൽക്കാത്തത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഒരു കാര്യമെന്ന് പറയുന്നത് ഖുർആനിൽ തന്നെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ഇല്ലാത്ത പല കാര്യങ്ങളും ഇന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം, ഹജ്ജ്, നോമ്പ്. നിങ്ങളുടെ ഈമാൻകാരി ഇസ്ലാംകാരി എന്നൊക്കെ പറയുന്ന സാധനം പോലും ഖുർആനിലില്ല. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എണ്ണിപ്പെറുക്കി എടുത്ത് ചുട്ടുപെറുക്കി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിസ്കരിക്കാൻ 5 നേരം നിസ്കരിക്കണമെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് നിസ്കരിക്കുന്നത്? ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കൂ എന്നേ ഉള്ളൂ, എത്ര വക്ത് നിസ്കരിക്കണമെന്നില്ല എന്ന് പറഞ്ഞ മാതിരി ഇതുപോലുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിന് ന്യൂആൻസസ് ചർച്ച ചെയ്യുന്നത് തഫ്സീർ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലാണ് എന്നത് നമുക്കറിയാം. ഫിഖ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഫിഖ് എന്നുള്ള വാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ വാക്ക് ഫിഖ് എന്നുള്ള വാക്ക് ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോ കഷ്ണമായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നത് അത് തന്നെയാണ്. കാരണം നമുക്ക് എന്താ സംസാരിച്ചെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാലോ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതൊരു ആൾക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്, ഒച്ചയും ബഹളവും. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ചെറിയ പിള്ളേർ, മുസ്ലിം പിള്ളേർ, ഓക്കെ, മുസ്ലിം പയ്യന്മാർ വന്ന് നമ്മളെ തെറിയാണ് മദർ ഫക്കർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കിൽ നിന്നിട്ട്. ഇതാണ് അവിടുത്തെ ദീനി സഹോദരങ്ങളുടെ യഥാർത്ഥ തനിരൂപം എന്ന് പറയുന്നത്. ഇത് ബാക്കിൽ നമ്മൾ കേൾക്കുന്നു, ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്ന് തെറിവിളികൾ നമ്മൾ കേൾക്കുന്നു. പിന്നെ ഇതുകൂടാതെ നമ്മളുടെ കൂടെയുള്ള ആളുകൾ പറയുന്നു, ആരിഫെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇവിടെ ആൾ കൂടുന്നുണ്ട്, ഇവിടെ പ്രശ്നമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥലം സ്പീക്കേഴ്സ് കോർണറിൽ മുൻകാലങ്ങളിൽ കത്തിക്കുത്ത് വരെ നടന്നിട്ടുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ദീനി സഹോദരങ്ങൾ സമാധാനപൂർവ്വമായിട്ട് ചർച്ച ചെയ്യാൻ വരുന്ന ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ മുന്നിൽ ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ അവരെന്താ ചെയ്യുക? അവർ കത്തി പുറത്തെടുക്കുന്നു, കുത്തുന്നു. ഹത്തുൻ ടാഷ് എന്ന് പറയുന്ന ഒരു ആൾക്കാണ് കുത്ത് മുന്നേ കൊണ്ടിട്ടുള്ളത്. ഇതേ സ്ഥലത്ത് വെച്ച് സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച് തന്നെ സംഭവിച്ചുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ജീവനിൽ നമുക്ക് ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ട ആളുകൾക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ആളുകൾ എന്നോട് വന്ന് പറയുന്നു, ആൾ കൂടുന്നുണ്ട്, പ്രശ്നമാവുന്നുണ്ട്, വയലൻ്റ് ആവുന്നുണ്ട്, അഗ്രസീവ് ആവുന്നുണ്ട്, സോ വി നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഫിയർ എന്ന് നമ്മളോട് ചെവിയിൽ വന്ന് പറയുന്നു. അപ്പോൾ അത് എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളവിടെ വിസിറ്ററാണ്, അവിടെ ഉള്ള ആളുകളാണ് ഇത് നമ്മളോട് പറയുന്നത്. സോ അത് എനിക്ക് അനുസരിക്കണം. ഒന്നത്. 2, ഈ പറയുന്ന ബാക്കിലുള്ള തെറിവിളികൾ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നു. അപ്പോൾ സാഹചര്യം എന്തെന്നുള്ളത് എനിക്കും അറിയാം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ വന്നിരിക്കുന്നത് ഒരു വിസിറ്റിംഗ് വിസയിലാണ്. സോ ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു അഗ്രഷൻ എന്തെങ്കിലും സംഭവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഏതായാലും ഉണ്ടാകാൻ പോകുന്നില്ല, നമ്മളങ്ങനെ ഒരു രീതിയല്ല. പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വല്ല പോലീസ് കേസും ഉണ്ടായാൽ നമുക്ക് വല്ല ട്രാവൽ ബാൻ വന്നു കഴിഞ്ഞാൽ ഇനിയും ഇസ്ലാം കുളം തോണ്ടിയ രാജ്യങ്ങൾ കാണാനുള്ളതാണ്. അപ്പോൾ നമുക്ക് യാത്ര മുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് എത്രയും പെട്ടെന്ന് ഈ സംഗതി മതിയാക്കുക. അവരെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മളുടെ ഓൺലൈൻ ചാനലിലേക്ക് വരുന്നു, ബാക്കി കാര്യങ്ങൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പലതവണ പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അല്ല നമ്മൾ അവിടെ നിന്ന് ഓടിയിട്ട് മുങ്ങിയിട്ടൊന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അതുകൂടാതെ ഇതിൻ്റെ തെളിവുകൾ വിടുമെന്ന് പറയുന്നു. തെളിവുകൾ ഇപ്പം നമ്മൾ പുറത്തേക്ക് വിടാൻ പോകുന്നു. ഓൾറെഡി അതൊക്കെ വിട്ട് കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണെന്നുള്ളതല്ല. ഇത് ഇവിടുത്തെ നാട്ടിലെ മയിൽക്കുറ്റികൾ പോലും വിളിച്ച് പറയുന്ന ഹദീസുകളായിട്ടും ഫിഖായിട്ടും മദ്ഹബായിട്ടും ഷാഫിയായിട്ടും ഹൈത്തമിയായിട്ടൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാലും പിന്നെ ഞാൻ പറഞ്ഞതാണല്ലോ, ആയത്ത് പെട്ടിന്ന് പൊട്ടിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ സംഭാഷണം ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞു, ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ എക്കോ ചേമ്പറിലേക്ക് നമ്മൾ കയറുക. 1. 2, ഈ സംഭാഷണം നമ്മൾ ഓൺലൈനിൽ തുടരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. 3, ഈ തരത്തിലുള്ള ഓൺലൈൻ സംവാദങ്ങളിലൂടെ ഇസ്ലാമിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അത് പറയുമ്പോൾ ആൾ ശരി നോക്കാം എന്ന് പറയുകയും പിന്നീട് ഈ സംഭവ കോലാഹലങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ആൾ എനിക്ക് അയച്ച മെസ്സേജിൽ പറഞ്ഞു, ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ വിചാരിച്ചില്ല, ഇതാണല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് അവിടെ നിന്ന് പറയുന്ന കാര്യം. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇസ്ലാമിൽ ഏത് വിഷയം നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാലും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു വലിയ വശം അതിനകത്ത് ചർച്ചയാക്കാനുള്ള വഴിയുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പോസ് ചെയ്യാനുള്ള വഴിയായിട്ട് കണ്ടു. ഇവിടെ കാലങ്ങളായിട്ട് ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇവിടെ ഒരുപാട് ആളുകൾ മതം വിടുന്നു. ക്രിസ്ത്യാനികൾ മതം വിടുന്നു, ഹിന്ദുക്കൾ മതം വിടുന്നു, ജൂതന്മാർ മതം വിടുന്നു, അങ്ങനെ പല ആളുകളും മതം വിടുന്നു. പക്ഷേ ആരെങ്കിലും ഒരു മതം വിട്ടു എന്നതിൻ്റെ പേരിൽ നീയൊക്കെ അമ്മയും പെങ്ങളെയും പോയിക്കാൻ വേണ്ടിയിട്ടല്ലടാ മതം വിട്ടത് എന്ന് പറയുന്ന പണി ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. ആര്? മുസ്ലിങ്ങൾ.
അത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ചോദിക്കാറില്ല, വിശ്വാസികളായിട്ടുള്ളവർ. അത് ഇവിടുത്തെ ഹിന്ദുക്കൾ ചോദിക്കാറില്ല, വിശ്വാസികൾ. അത് ഇവിടുത്തെ ജൂതന്മാർ ചോദിക്കാറില്ല, ജൈനന്മാർ ചോദിക്കാറില്ല, ഷിൻഡോ മതക്കാർ ചോദിക്കാറില്ല, ജിംബൂബ മതക്കാർ ചോദിക്കാറില്ല. പക്ഷേ കാക്കമാർ ചോദിക്കാറുണ്ട്. അപ്പോൾ മതം വിട്ട ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നീയൊക്കെ അമ്മയും പെങ്ങളും പോയിക്കാൻ വേണ്ടിയിട്ടല്ലടാ മതം വിട്ടത്, നീയൊക്കെ അമ്മയും പെങ്ങളും പോയിക്കുന്നില്ലടാ എന്ന് ചോദിച്ച ആളുകൾ ഇന്നിപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? നീ മുസ്ലിം ആയിരുന്നപ്പോൾ നീ ഉമ്മാനെ പോയിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് കളി. എന്ന് വെച്ചാൽ ഇനി ഉസ്താദുമാർ അല്ലെങ്കിൽ കുട്ടികൾ അതല്ലെങ്കിൽ ഇതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള കാക്കമാർക്ക് ഈ സ്വതന്ത്ര ഇന്ത്യയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മയും പെങ്ങളും പോയിച്ചാനല്ലടാ എന്ന് ചോദിക്കാനുള്ള ആ ഫ്യൂസ് നമ്മൾ അങ്ങോട്ട് ഊരി. ഇതാണ് ഉണ്ടായത്. ഇനി അത് ചോദിക്കില്ല. ഇനി ഏതെങ്കിലും ഒരു കാക്കാൻ അത് ചോദിച്ചാൽ തിരിച്ച് ചോദ്യം വരും. എന്താണ് ആ ചോദ്യം? നീ ആദ്യം നിൻ്റെ കിതാബിലുള്ള തള്ളേനെയും പെങ്ങളെയൊക്കെ പോയിക്കുന്നതിൻ്റെ കാര്യം